അശോകൻ, മരുതിയോടൻ, ബാബുരാജ്, ഭാനു വിക്രമൻ, ബിനോയ്, CK ചാക്കോച്ചൻ, സെലിൻ, ദർശിത് ആവണി, ലാറൂട്ട് ഷംസുദ്ദീൻ, മനീഷ് കുമാർ, മിഥുൻ, നീതു കൊടുങ്ങല്ലൂർ, നൌഷാദ്, രാജീവ്, രാം പാലക്കാട്, രേഖ, രഞ്ജിത്ത്, റോഷൻ TR, സജീർ റിയാസ്, സജീവൻ MD, സതീഷ്, ഐഫോൺ, ഷിജ VM, SK, തനൂജ, വൈദ്യനാഥ്. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം വളരെ മനോഹരമാണ്. ഇന്നത്തെ ദിവസം പല ഇടങ്ങളിലും നല്ല ശക്തമായ മഴയെല്ലാം ഉണ്ടായിരുന്നു. മഴയെല്ലാം നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ഒരു യാത്രയിൽ മഴയെല്ലാം ഇങ്ങനെ എത്തി ജസ്റ്റ് സൂമിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ ദിവസം ഈ നിമിഷം അത് മനോഹരമായി തീർന്ന ദൈവത്തെ നമുക്ക് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ നമ്മളിരിക്കുന്ന ലൊക്കേഷൻ തന്നെ വ്യത്യസ്തമായ സാഹചര്യങ്ങളായിരിക്കാം എല്ലാവർക്കും ഉണ്ടാകുക. മാനസികാവസ്ഥയും ഡിഫറെന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് വൈകുന്നേര സമയമാണ്, 9 മണി സമയമാണ്. ഒരുപാട് ടെൻഷൻസും പിരിമുറുക്കങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാകും. പക്ഷെ എങ്കിൽ പോലും ഒരു 30 മിനിറ്റ് സമയം നമ്മൾ ഇവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കാരണം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന ഒരു വലിയൊരു ആശയത്തെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഈ മീറ്റിംഗ് കോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ടെക്നോളജിയുടെ സാധ്യതകളാണ് ഈ ആശയത്തിന്റെ പുറകിലുള്ളത്. തീർച്ചയായും ടെക്നോളജി ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങൾ ഓരോന്നും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിന് പര്യാപ്തമായ ഒരു സബ്ജക്റ്റ് വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ്, an alternate channel for traditional trading. ഇതുവരെ നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വ്യത്യസ്ത ആശയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് ഉടയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് എന്നാണ് സിസ്റ്റത്തിന്റെ എക്സ്പാൻഷൻ. ഇത് ലോകത്തൊരു പുതിയ സെക്ടർ ആയിരിക്കും. കാരണം ഇതുവരെ ഇങ്ങനൊരു മാത്തമാറ്റിക്സ്, ഇങ്ങനെ ഒരു സയൻസ് മാർക്കറ്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ കണ്ട കാര്യങ്ങളെ വെച്ച്, നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങളെ വെച്ച് ഇതിനെ വിലയിരുത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഈ സബ്ജക്ട് മനസ്സിലാവണമെന്നില്ല. അതിനെ ടോട്ടലി മാറ്റി വെച്ചുകൊണ്ട് ഇതൊരു പുതിയ സബ്ജക്റ്റ് ആണെന്ന ചിന്തയോടുകൂടി നമ്മൾ കടന്നു വരാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാനുണ്ട്. മനസ്സിലായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാ അർത്ഥത്തിലും. ഏതായാലും ഡിജിറ്റൽ അസറ്റ് നമുക്ക് പരിചയമുണ്ട്. 2009 ലോകത്ത് ആദ്യമായിട്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ അസറ്റ് നമ്മൾ കണ്ടത് ബിറ്റ്കോയിന്റെ രൂപത്തിൽ. 2009 ആ പ്രൊജക്ട് മാർക്കറ്റിൽ വരുമ്പോൾ സതോഷി നാക്കോമോട്ടോ എന്ന് പറയുന്ന അതിന്റെ ഡെവലപ്പർ, അത് ആരാണെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം നമുക്ക് ഇപ്പോഴും പറയാനില്ല. ലോകത്തിന് പോലും പറയാനില്ല. അത് ഒരാളാണോ ഒരു കൂട്ടം ആൾക്കാരാണോ എന്ന് ചോദിച്ചാൽ ലോകത്തിന് മുമ്പിൽ ഇപ്പോഴും ഒരു ഉത്തരമില്ല. പക്ഷെ നമുക്കറിയാം ആ പ്രൊജക്ട് വളരെ സക്സസ്ഫുൾ ആണ്. കാരണം അദ്ദേഹം അത് തയ്യാറാക്കി ഇംപ്ലിമെന്റ് ചെയ്ത മെത്തേഡിലായിരുന്നു അതിന്റെ സക്സസ് ഒളിഞ്ഞിരുന്നത്. ആ സക്സസ് പ്ലാറ്റ്ഫോം ഇന്ന് ലോകത്ത് ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ന് നമുക്കറിയാം. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ഡിജിറ്റൽ അസറ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു പൊതു സ്വഭാവമുണ്ട്. വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാൽ വില കൂടും, വിൽക്കുന്നവരുടെ എണ്ണം കൂടിയാൽ വില കുറയും. എന്നാൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന പല പ്രോഗ്രാമിലും ധാരാളം ഡിജിറ്റൽ അസറ്റ് വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം ഒരു പൊതു സ്വഭാവം, തുടക്കത്തിൽ വളരെ മനോഹരമായി പോകും, വില കയറി വരും. കുറച്ചാണ് കഴിയുമ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, പിന്നീട് അത് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ന് ഞാനൊരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഡിജിറ്റൽ അസറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയമാണെന്ന് പറഞ്ഞത്. കാരണം അത്രമാത്രം മാർക്കറ്റിൽ കൊളാബറേഷൻ സംഭവിച്ചിട്ടുണ്ട്, അത്രയും സ്കാമിങ് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ബുഡ എന്ന പ്രൊജക്ട് മാർക്കറ്റിൽ വരുമ്പോൾ, വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് എന്ന ഈ ആശയം മാർക്കറ്റിൽ വരുമ്പോൾ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഏറ്റെടുക്കാൻ എല്ലാവരും തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇല്ല എന്നായിരിക്കും ഉത്തരം പറയാൻ സാധിക്കുക. പക്ഷേ ഈ ആശയത്തെ കൃത്യമായിട്ട് പഠിച്ചാൽ 2009 സംഭവിച്ചതുപോലെ, ബിറ്റ്കോയിനിൽ സംഭവിച്ചതുപോലെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പവർ ഈ ആശയത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ആ പവറിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരാനുള്ളത്. അതിനെ സഹായിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സപ്പോർട്ടാണ്. ഹ്യൂമൻ ഇന്റലിജൻസ്, മനുഷ്യന്റെ ബുദ്ധിയാണ് ഇതിനെല്ലാം അടിസ്ഥാനം. മനുഷ്യന്റെ ബുദ്ധിയിൽ തുടങ്ങിയ ആശയത്തെ സോഫ്റ്റ്വെയർ കോഡറായിട്ട് വളരെ ബ്രില്യന്റ് ആയിട്ട് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ട് നമുക്ക് തയ്യാറാക്കി വന്നിട്ടുണ്ട്. ആ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ് ഈ ആശയം ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നോർമൽ ഡിജിറ്റൽ അസറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന പ്രോഗ്രാമിൽ വരുന്ന എല്ലാ ഡിജിറ്റൽ അസറ്റിന്റെയും ഒരു കോമൺ സ്വഭാവം എന്താണ്?
ആ കൊമൺ സ്വഭാവത്തിൽ നമുക്കറിയാം ബയേഴ്സ് വന്നാൽ ഒരു പ്രശ്നവുമില്ല. സെല്ലേഴ്സിന്റെ എണ്ണം കൂടുമ്പോഴാണ് എപ്പോഴും പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഡിജിറ്റൽ അസറ്റിന്റെ വാല്യൂ നിർണ്ണയിക്കുന്ന ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. അത് വേറൊന്നുമല്ല, എത്ര ലിക്വിഡിറ്റി ഉണ്ട്, എത്ര അസറ്റ് ഉണ്ട്. ലിക്വിഡിറ്റിയെ നമ്പർ ഓഫ് അസറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ $10,000 ലിക്വിഡിറ്റിയുടെ എക്സാമ്പിൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. 10,000 കോയിൻ ആണ് ഉള്ളതെങ്കിൽ 10,000 ഡിവൈഡ് ബൈ 10,000 $1 എന്ന് ഉത്തരം കിട്ടും. അങ്ങനെ $1 വിലയുള്ള സമയത്ത് ഇത് വിൽപ്പനയിലേക്ക് ആളുകൾ വരികയാണ്. 1000 കോയിൻ സെല് ചെയ്യുന്നു. സോ $1 പ്രകാരം $1000 $1000 കൊടുക്കണം. അത് ലിക്വിഡിറ്റിയിൽ നിന്ന് കുറയും, ബാക്കി $9,000 ആയിട്ട് മാറും. ലിക്വിഡിറ്റി കുറഞ്ഞു, പക്ഷെ കോയിന്റെ എണ്ണം സെയിമാ. കാരണം പ്രീ മൈൻഡ് ആയിട്ട് ഇത്ര ബില്യൺ കോയിനൊക്കെ മൈൻഡ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. സോ 9,000 ഡിവൈഡ് ബൈ 10,000 എന്ന് പറയുമ്പോൾ കോയിന്റെ വില കുറഞ്ഞു, 90 സെന്റ് ആയിട്ട് കുറയുന്നതും കാണാൻ സാധിക്കും. അവിടെ ഒരു 5000 കോയിൻ സെല് ചെയ്യപ്പെട്ടു. 5000 കോയിൻ സെല് ചെയ്യപ്പെടുമ്പോൾ 90 സെന്റ് പ്രകാരം $4,500 കൊടുക്കണം. സ്വാഭാവികമായിട്ട് 9,000 4,500 കൊടുത്താൽ ബാക്കി $4,500 ആയി. കോയിന്റെ എണ്ണം 10,000 തന്നെ, വില 45 സെന്റ് ആയിട്ട് വീണ്ടും കുറഞ്ഞു. അവിടെ വീണ്ടും ഒരു 6,000 കോയിൻ സെല് ചെയ്യപ്പെട്ടു. അപ്പൊ പോയിന്റ് 45 സെന്റ് പ്രകാരം $1,800 ആണ് പിന്നെ സിസ്റ്റത്തിൽ ബാലൻസ് ഉണ്ടാകുക. അവിടെ $0.18 ആയിട്ട് വില കുറഞ്ഞു. ഈ സമയത്ത് ഒരാൾ വാങ്ങുകയാണ്, വിലയ്ക്ക് കുറഞ്ഞല്ലോ എന്ന് വാങ്ങിയേക്കാം. ഒരു 1000 കോയിൻ വാങ്ങി. $0.18 പ്രകാരം വാങ്ങുമ്പോൾ $180 വീണ്ടും ലിക്വിഡിറ്റിയിൽ കയറും. അവിടെ കോയിന്റെ വില കൂടി 0.198 ആയിട്ട് മാറി. വാങ്ങുമ്പോൾ വില കൂടി, പക്ഷെ വിൽക്കും തോറും വില കുറയാണ്. വീണ്ടും ആ 1000 കോയിൻ സെല് ചെയ്യപ്പെട്ടു. വീണ്ടും വില കുറഞ്ഞു, $1,782 ലിക്വിഡിറ്റി മാറി. 0.178 ആയിട്ട് വില വീണ്ടും കുറയുകയും ചെയ്തു. അപ്പോ അവിടെ വാങ്ങുന്നവരുടെ എണ്ണം വന്നാൽ മാത്രമേ അവിടെ നിലനിൽപ്പുള്ളൂ. വിൽക്കുന്നവരുടെ എണ്ണം വന്ന് അവസാനം ലിക്വിഡിറ്റി 0 ആയി പോകുന്ന സാഹചര്യം ഉണ്ടാവും. കോയിൻ ബാക്കി വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ സിസ്റ്റം പറയും, ഞങ്ങൾ അപ്ഡേഷനിലാണ്, ഞങ്ങൾ ബ്ലോക്ക് ചെയിൻ മൈഗ്രേഷനിലാണ്, ഞങ്ങൾ ബ്ലോക്ക് ചെയിൻ വേറെ സിസ്റ്റത്തിലേക്ക് മാറുന്നു. എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പറയും, നമ്മുടെ എല്ലാവരുടെ കയ്യിൽ വാലറ്റിൽ ഇഷ്ടംപോലെ കോയിൻ ഉണ്ട്, എക്സ്ചേഞ്ച് ചെയ്യപ്പെടാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ മിടങ്ങേസിനെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇതാണ് നോർമൽ ഡിജിറ്റൽ അസറ്റിന്റെ ഒരു കോമൺ സ്വഭാവം. ഞാൻ പറയുന്നത് 99% കറൻസിയെ കുറിച്ചാണ്. 1% ഇതിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നുണ്ട്. അവരെല്ലാം സക്സസ്ഫുൾ ആയി പോകുന്നുണ്ട്. അവർക്ക് കൃത്യമായ മാർക്കറ്റിംഗ് ഉണ്ട്, കൃത്യമായ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ബയേഴ്സും സെല്ലേഴ്സും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ബയേഴ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് വില കൂടുന്നതും സെല്ലേഴ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് വില കുറയുന്നതും കാണാം. പക്ഷെ ഒരു ലെവല് വിട്ട് ഒരിക്കലും താഴെ പോവുകയോ ഇല്ലാണ്ടായി പോകുന്ന സാഹചര്യം കാണാൻ സാധിക്കില്ല. പക്ഷെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഏത് ആശയത്തിൽ നോക്കിയാലും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി പോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഇത്തരം സ്കാം ആക്ടിവിറ്റിക്ക് ഒരു പരിഹാരമായിട്ടാണ് ഈ സിസ്റ്റം വരുന്നത്, ടെതർ ഓഷ്യൻ. ഇതൊരു സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്ട് ആണ്. ഇതൊരു വുഡ പ്രൊജക്ട് ആണ്, വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ പവർ? ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള വിർച്വൽ ടോക്കൺ ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിന്റെ സാധ്യതയോടു കൂടിയ ഒരു സൊല്യൂഷൻ ആയിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി tetherOcean.com എന്ന വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ ആധികാരികമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷെ ഇതിൽ ഓപ്പറേഷൻ ലെവലിലേക്ക് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് മസ്റ്റായിട്ടും വേണം. കാരണം ട്രസ്റ്റ് വാലറ്റ് പോലെ, മെറ്റാമാസ്ക് പോലെ, ടോക്കൺ പോക്കറ്റ് പോലുള്ള ഒരു വാലറ്റ് ത്രൂ അല്ലാതെ tetherOcean.com വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാൽ നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻ ലെവൽ ചെയ്യാൻ സാധിക്കില്ല. സോ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനിലൂടെ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആയിട്ട് tetherOcean.com നമ്മൾ പരിചയപ്പെടുകയാണ്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എടുത്താൽ ഇതിൽ ട്രാൻസാക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് USDT ആണ്. ലോകം അക്സെപ്റ്റ് ചെയ്യപ്പെട്ട ക്രിപ്റ്റോ കറൻസിയാണ് USDT. ഒരു സ്റ്റേബിൾ ക്രിപ്റ്റോ കറൻസിയാണ്. വാങ്ങാൻ നമ്മുടെ വാലറ്റിൽ USDT വയ്ക്കുന്നു, ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എത്ര ഡോളർ കൊണ്ട് വാങ്ങണമോ ജസ്റ്റ് കൺഫർമേഷൻ കൊടുത്താൽ മതി, നമുക്ക് ആവശ്യമായ കോയിൻ നമുക്ക് വാങ്ങാൻ സാധിക്കും. വിൽക്കാനും അതുപോലെ തന്നെ സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ തന്നെ എത്ര കോയിൻ വേണമെന്ന് ചോദിക്കുന്നുള്ളൂ. കൺഫർമേഷൻ കൊടുത്താൽ അപ്പോൾ തന്നെ USDT നമുക്ക് തിരിച്ചു കിട്ടുകയായി. സോ USDT കൊടുത്ത് നമുക്ക് വാങ്ങാം, USDT ഉപയോഗിച്ച് നമുക്ക് വിൽക്കാം. സോ USDT വഴിയുള്ള ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ലോകത്തെ ഏത് രാജ്യക്കാർക്കും ഈ സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ലോകം മുഴുവൻ വ്യാപിക്കുന്ന സിസ്റ്റമായിട്ട് മാറാൻ പോവുകയാണ്. അതിന് പര്യാപ്തമായ രൂപത്തിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പൂൾ ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു, ലിക്വിഡിറ്റി 0 ആയി പോകുന്നതാണ് പല പ്രൊജക്റ്റിന്റെയും പ്രശ്നം. പക്ഷെ ഇവിടെ ലിക്വിഡിറ്റി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു സയൻസ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സയൻസ് ആണ് നമ്മൾ ഇത് പഠിക്കേണ്ടത്. എങ്ങനെയാണ് ലിക്വിഡിറ്റി പൂളിൽ കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് നടക്കുന്നത്, അസറ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, നമ്മൾ കൃത്യമായിട്ട് പഠിക്കാം. ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 മാർച്ച് 20 അതായത് ഈ കഴിഞ്ഞ മാർച്ച് 20. ആ സമയം മുതൽ ഇന്ന് വരെയുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും
കൃത്യമായിട്ട് ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലോക്ക് ചെയിനിലൂടെ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത്രമാത്രം ട്രാൻസ്പെറന്റ് ആണ് ഈ സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി. സെക്യൂർ ആണ്. കാരണം BEP20 പ്ലാറ്റ്ഫോമിൽ 100% ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും കൃത്യമായി ബ്ലോക്ക് ചെയിനിൽ തന്നെ നടക്കുന്നതാണെന്ന് ഇവന്റ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഗവേണൻസ് ആണ് സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ കമ്മ്യൂണിറ്റി കൂടുന്തോറും ഈ സിസ്റ്റത്തിന്റെ സക്സസ്ഫുൾ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് സിസ്റ്റം സക്സസ്ഫുൾ ആയിട്ട് കാണാൻ സാധിക്കും. വളരെ സ്ലോ ആയിട്ടാണ് കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുന്നതെങ്കിൽ അതേ സ്ലോനെസ്സോടുകൂടി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ്. എന്തിനോടുള്ള പാലം എന്നറിയോ? ട്രഡീഷണൽ ഫിനാൻസിന്റെയും ഡീസെൻട്രലൈസ്ഡ് ഫ്യൂച്ചറിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പാലം. ആ പാലം പണിത് കഴിഞ്ഞാൽ അതിനുവേണ്ടി തയ്യാറാകുന്ന നമ്മളെപ്പോലുള്ള ഓരോ ആൾക്കാരും രക്ഷപ്പെടുന്ന ആൾക്കാരായിട്ട് മാറും. സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നമനങ്ങൾ നേടുന്ന ആൾക്കാരായിട്ട് മാറും. അതിന് പറ്റുന്ന 4 അഡ്വാൻറ്റേജുകൾ ഈ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടിക്കൊണ്ടേയിരിക്കും. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടിക്കൊണ്ടേയിരിക്കും. ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു ആശയം. വാങ്ങുമ്പോൾ വില കൂടും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ വിൽക്കുമ്പോൾ എങ്ങനെ വില കൂടും? അതെങ്ങനെ? ഒരുപക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇത് റെക്കോർഡ് അല്ലേ, ഒരു തന്ത്രമൊക്കെ പയറ്റി ഒരു ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ കാണിച്ച് കുറച്ച് പൈസ കളക്ട് ചെയ്ത് മുങ്ങാൻ പോകുന്ന സിസ്റ്റം അല്ലേ? അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ ഒരിക്കലും ഇത് റെക്കോർഡ് അല്ല എന്ന് ഈ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് പോയി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. നമുക്കൊന്ന് പരിശോധിക്കാം ഈ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ചെയിനിൽ എന്തെല്ലാം ഫെസിലിറ്റിയാണ് സിസ്റ്റം ഒരുക്കി വെച്ചിരിക്കുന്നത്, എന്തെല്ലാം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമുക്ക് ഇതിന്റെ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒന്ന് പരിശോധിക്കാം. തീർച്ചയായും നിങ്ങളെ ഞാൻ ഗൈഡ് ചെയ്യാൻ പോകുന്നത് ഈ സിസ്റ്റത്തിന്റെ BSC സ്കാനിലുള്ള ഇതിന്റെ ബ്ലോക്ക് ചെയിനിലേക്കാണ്. BSC സ്കാനിലുള്ള ബ്ലോക്ക് ചെയിൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ടെതർ ഓഷ്യന്റെ സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ് ആണ് കാണുന്നത്. അതിൽ അക്കൗണ്ട് ബാലൻസ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് $36,464.24 ആണ്. അത്രയും USDT ഓൾറെഡി ഉണ്ട്. ഇതിൽ താഴെ ട്രാൻസാക്ഷൻ, ടോക്കൺ ട്രാൻസ്ഫർ, കോൺട്രാക്ട്, ഇവന്റ്സ്, അനലിറ്റിക്സ്, ഇത്രയും മെനുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ജെനുവിനിറ്റി നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. ഇവിടെ കോൺട്രാക്ട് എന്ന മെനുവിലാണ് കിടക്കുന്നത്. അതിനോട് കൂടെ ടിക്ക് മാർക്ക് കിടക്കുന്നുണ്ട്. ആ ടിക്ക് മാർക്കിന്റെ അർത്ഥം ഇതൊരു വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് ആണെന്നാണ്. അത് 100% സക്സസ്ഫുൾ ആണ്. ഇതിന്റെ പേര് ടെതർ ഓഷ്യൻ എന്നാണ്. ഇതിന്റെ വേർഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ പ്രോഗ്രാം ലൈൻ കാണാൻ സാധിക്കും. ഈ പ്രോഗ്രാം ലൈൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വേറൊരു കാര്യം തിരിച്ചറിയാം. സാധാരണ സ്മാർട്ട് കോൺട്രാക്ടുകളുടെ പ്രോഗ്രാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു 200-250 ലൈനിൽ കൂടുതൽ ഉണ്ടാകില്ല. പക്ഷെ 2000-ന് മേലെ ലൈൻസ് ഉള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് ടെതർ ഓഷ്യന്റെ നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം സെക്യൂർ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ പ്രോഗ്രാമിൽ അവർ ബ്ലോക്ക് ചെയിനിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ റീഡ് കോൺട്രാക്ട് എന്നൊരു ഓപ്ഷനിലേക്ക് പോയാൽ ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത ഓരോ മെനുവിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ മെനു എടുത്ത് പരിശോധിക്കുമ്പോൾ ആ മെനുവിന്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിൽ യൂസർ ID എന്ന് പറയുന്ന 22ാമത്തെ മെനു ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. ഇവിടെ വന്നിരിക്കുന്ന യൂസേഴ്സിന്റെ എണ്ണം 895 പേർ മാത്രമാണ്. അതായത് ഇത്രമാത്രം കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തുള്ളപ്പോ വെറും 895 പേരിലേക്ക് മാത്രം എത്തി നിൽക്കുന്ന അതിനൂതനമായ ഒരു ആശയത്തെ കുറിച്ചാണ് നമ്മൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 8950 ആകുമ്പോൾ, അത് 89,500 ആകുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. അതിന് പറ്റുന്ന പൊട്ടൻഷ്യൽ ഈ സിസ്റ്റത്തിന് ഉണ്ടോ? അത് മാത്രമാണ് ഈ പ്രൊജക്റ്റിലൂടെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാ പണിയും മാറ്റി വെച്ചിട്ട് ഒരു 3 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് നോക്കൂ. ഈ സിസ്റ്റത്തെ മൊത്തം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ. ഇവിടെ നടക്കുന്ന ഓരോ ഇവന്റുകളും അത് ബ്ലോക്ക് ചെയിനിൽ തന്നെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഇവന്റ് നടന്നത് 51 മിനിറ്റ് മുമ്പാണ്. ആ മിനിറ്റ് നടന്ന ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. 3 മണിക്കൂർ മുമ്പ് ഒരു ഇവന്റ് നടന്നിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. എല്ലാ ഇവന്റുകളും ഈ സിസ്റ്റത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്ന രൂപത്തിൽ ഈ സിസ്റ്റം നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. എല്ലാ ഇവന്റുകളും, ഓരോ സെക്കൻഡിലും നടക്കുന്ന ഇവന്റുകളും ഈ സിസ്റ്റത്തിൽ ബ്ലോക്ക് ചെയിൻ ത്രൂ മാത്രമേ നടക്കുന്നുള്ളൂ. സാധാരണ സ്മാർട്ട് കോൺട്രാക്ട് എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അനലിറ്റിക്സ് എന്ന മെനുവിലേക്ക് പോയാൽ അന്ന് ഈ സിസ്റ്റം തുടങ്ങിയ സമയത്ത് ഉള്ള ട്രാൻസാക്ഷന്റെ ഒരു വോളിയം എങ്ങനെയായിരുന്നു? ട്രാൻസാക്ഷൻ വോളിയം സ്വാഭാവികമായിട്ടും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ സിസ്റ്റം നമ്മൾ കാണുന്നുണ്ട്. തുടക്കം എന്തിന്റെയും മനോഹരമായതുപോലെ ഈ സിസ്റ്റവും തുടക്കത്തിൽ മനോഹരമായിരുന്നു. ഏകദേശം 108ഓളം ട്രാൻസാക്ഷൻസ് ആ സമയത്ത് കാണാൻ സാധിക്കും തുടക്ക സമയത്ത്. പക്ഷെ പിന്നീട് അതിങ്ങനെ ഒരു ആവറേജ് ഗ്രോത്ത് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ഈ സിസ്റ്റം മനസ്സിലാക്കുന്ന ഒരുപറ്റം ആൾക്കാർ ഇപ്പൊ സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുമ്പോ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിന്റെ ഗ്രോത്ത് പെർസെന്റേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും.
ആ ഗ്രോത്ത് പേഴ്സിന്റെ ഗ്രാഫ് ഒരിക്കലും പിന്നെ താഴത്തേക്ക് വരുന്ന രൂപത്തിലേക്ക് മേളിലേക്ക് വരുന്ന രൂപത്തിലേക്ക്, കാരണം ഇതിന്റെ വില കൂടുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരിക്കലും കുറയുന്നില്ല. 2009 ബിറ്റ്കോയിൻ വന്നപ്പോ ബിറ്റ്കോയിനിലും ഇതേ സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ 2013 മുതലുള്ള ഇൻഫർമേഷൻ ആണ് ബിറ്റ്കോയിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനു മുമ്പുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒന്നും ബിറ്റ്കോയിൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ട്രാൻസാക്ഷൻ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 10 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ആ സമയത്തുള്ള ട്രാൻസാക്ഷൻ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഈ സിസ്റ്റം എങ്ങനെ ഗ്രോ ചെയ്തു നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിന്റെ അർത്ഥം സമയം ചെല്ലും തോറും ഈ സിസ്റ്റം മനസ്സിലാക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. ഇതിൽ ബൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വരെ കയറി വരും. ടോക്കൺ ട്രാൻസ്ഫേഴ്സ് എന്ന ഹെഡിങ്ങിൽ വന്നാൽ ഓരോ സമയത്ത് നടന്ന ട്രാൻസാക്ഷൻസ് എത്ര എമൗണ്ടിന്റെ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ 52 മിനിറ്റ് മുമ്പ് നടന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്ലെയിം ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു ട്രാൻസാക്ഷൻ ആണ്. ഇത് $0.3269 ആണ് അവിടെ വിഡ്രോ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ട്രാൻസാക്ഷൻ ചെയ്യാൻ ഒരു ലിമിറ്റും ഈ സിസ്റ്റം പറഞ്ഞിട്ടില്ല. എത്ര എമൗണ്ട് വേണം നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് പോകാം, എപ്പോൾ വേണം നിങ്ങൾക്ക് കോയിൻ സെല് ചെയ്യാം, എപ്പോൾ വേണം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, എത്ര പ്രാവശ്യം വേണം ഡെപ്പോസിറ്റ് ചെയ്യാം, എത്ര പ്രാവശ്യം വേണം വിഡ്രോ ചെയ്യാം. ഇതിനൊന്നും ഒരു ലിമിറ്റും സിസ്റ്റം വെച്ചിട്ടില്ല. കാരണം കൃത്യമായ ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് സിസ്റ്റം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പാതിരാത്രിക്ക് ആര് വിഡ്രോവൽ കൊടുത്താലും കൃത്യമായി പേ ഔട്ട് വരും. കാരണം ഈ സിസ്റ്റത്തിൽ കൃത്യമായ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഈ സിസ്റ്റത്തിന്റെ ട്രാൻസാക്ഷൻസ് എന്ന ഹെഡിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ സിസ്റ്റം ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിൽ വ്യൂ ഓൾ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ട്രാൻസാക്ഷൻ നമ്മൾ പോകും. അത് ലാസ്റ്റ് പേജിലേക്ക് ഒന്ന് പോയാൽ ഈ സിസ്റ്റം ചെയ്ത ആദ്യത്തെ ട്രാൻസാക്ഷൻ നമുക്ക് കാണാം. ആ ട്രാൻസാക്ഷന്റെ ഡേറ്റ് 145 ദിവസങ്ങൾക്ക് മുമ്പാണ്. 20/3/2024 1:49 13:49 1:49 അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ക്രിയേറ്റ് ടെതറോഷൻ. ഈ സിസ്റ്റം എല്ലാം ട്രാൻസ്പെറന്റ് ആണ്. ഈ സിസ്റ്റത്തെ കുറിച്ച് ഒന്നും നമുക്ക് ഹിഡൻ ആയി വെക്കാനില്ല. ലോകത്ത് ആർക്കും എവിടെ ഇരുന്നു കൊണ്ടും ഈ സിസ്റ്റത്തിന്റെ സാധ്യതയെ കുറിച്ച് പഠിക്കാൻ വളരെ ഈസിയാണ്. ഞാൻ പറയുന്ന പോയിന്റുകളെ നിങ്ങൾക്ക് എടുത്തു പരിശോധിക്കാം. ഈ സിസ്റ്റം പറയുന്ന ഓരോ കാര്യങ്ങളും ജെന്യൂൻ ആണോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ട് 100% ഉറപ്പോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ സിസ്റ്റം ഒരു റെഡ് പൂൾ അല്ല എന്ന് നമുക്ക് തീരുമാനം എടുക്കാം. ഈ സിസ്റ്റത്തിൽ മൂന്നാമത്തെ പോയിന്റ് നോ പ്രീ മൈൻഡ് കോയിൻ എന്നുള്ളതാണ്. സാധാരണ ഏത് പ്രൊജക്ട് വരുമ്പോഴും ഇത്ര മില്യൺ ഇത്ര ബില്യൺ കോയിൻ ആയിട്ടായിരിക്കും മാർക്കറ്റിലേക്ക് വരിക. ഇവർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പ്രീ മൈൻഡ് കോയിൻസ് അവർക്കില്ല. 0 കോയിനിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഇനി കോയിൻ വന്നു, ആവശ്യക്കാർ വരുന്നതനുസരിച്ച് കോയിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വരുന്ന കോയിൻ സെല്ല് ചെയ്താൽ അപ്പൊ തന്നെ അത് ബേൺ ചെയ്തു പോകും. കോയിൻസ് ആർ ബേൺ വെൻ സോൾഡ്. അപ്പോ വരുമ്പോൾ മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, മൈൻ ചെയ്യപ്പെടുന്നു, സെല്ല് ചെയ്യുമ്പോൾ ബേൺ ചെയ്യപ്പെടുന്നു. ഇവിടെ സംഭവിക്കുന്നത് വിച്ച് കൺട്രോൾ ദ ടോട്ടൽ സപ്ലൈ. മാർക്കറ്റിലേക്കുള്ള സപ്ലൈ എപ്പോഴും കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സാഹചര്യം ഈ സിസ്റ്റത്തിന്റെ സക്സസിന്റെ അടിസ്ഥാനപരമായ ഒരു തിയറിയാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് വാല്യൂ ഓഫ് ആൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അസറ്റ്. ഈ അസറ്റിന്റെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്ന ടെതറോഷന്റെ സയൻസ് എന്ന് പറയുന്നത് ഒരു 35% 52% എന്ന കണക്കിലാണ്. അത് ബൈ നടക്കുന്ന സമയത്ത്, സെല്ല് നടക്കുന്ന സമയത്ത് 10% ആൻഡ് ബേണിംഗ് എന്ന പ്രോസസ്സിലാണ്. സോ ബൈ നടക്കുന്ന സമയത്ത് എന്താണ് ഈ 35%, എന്താണ് 52% എന്ന് പഠിച്ചാൽ, സെല്ല് നടക്കുന്ന സമയത്ത് എന്താണ് 10%, എന്താണ് ബേണിംഗ് എന്ന് പഠിച്ചാൽ ഈ സിസ്റ്റം നമുക്ക് മനസ്സിലായി. ഈ സിസ്റ്റം അത്ര ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇന്ന് 12/8/2024 20:59 8:59 എടുത്ത ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ആ സമയത്തെ സിസ്റ്റത്തിന്റെ ബൈ പ്രൈസ് എന്ന് പറയുന്നത് $0.18874 ആണ്. അത്രയും USDT ആണ് ഒരു കൈന്റെ ബൈ പ്രൈസ്. സെൽ പ്രൈസ് അതിൽ നിന്ന് അല്പം താഴെ $0.1887731 എന്ന പ്രൈസിലാണ്. ആ സമയത്ത് ഫൈനൽ കോയിൻ 1,91,870.7026 എന്ന നമ്പറാണ്. അത് അത്രയും കോയിൻസ് മാത്രമേ ഇപ്പൊ ആളുകളുടെ കയ്യിൽ കോയിൻസ് ആയിട്ടുള്ളൂ. ഈ 895 പേർ വന്നപ്പോ 1,91,870 കോയിൻസ് മാത്രമേ ഇപ്പൊ മൈൻ ചെയ്ത് ഹോൾഡിങ്ങിലുള്ളൂ. ബാക്കിയുള്ള കോയിൻസ് പലപ്പോഴായി വിറ്റ് പോയിട്ടുണ്ടാകും. മാർച്ച് 20 മുതൽ ഇന്ന് വരെയുള്ള ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ എത്ര പ്രാവശ്യം എത്ര കോയിൻസ് സെല്ല് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോ ബാലൻസ് ആയിട്ട് ഇത്രയേ ഉള്ളൂ. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് 36,213.6152 USDT ആണ്. അതായത് ഈ 1,91,870 കോയിൻ ഇപ്പോ എല്ലാവരും സെല് ചെയ്യാൻ തീരുമാനിച്ചാൽ, ഇപ്പോഴത്തെ സെൽ പ്രൈസ് $0.1887731 എന്ന പ്രൈസ് ആണ്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഇത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പേയ്മെന്റ് കൊടുക്കാൻ സാധിക്കും. അതിന് സിസ്റ്റത്തിന്റെ കോൺട്രാക്ട് ബാലൻസിൽ 36,488.4688 USDT ഉണ്ട്. ഇത് 8:59 സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനുശേഷം ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരുന്ന മാറ്റങ്ങൾ ഉണ്ടാകാം. സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ഒരാൾ $1,000 കൊണ്ട് ബൈ ചെയ്യുകയാണ്, എന്ത് സംഭവിക്കും?
$1000 കൊണ്ട് ബൈ ചെയ്യുമ്പോൾ ആ സമയത്ത് ബൈ റേറ്റ് എന്ന് പറയുന്നത് 18874 എന്നാണ്. സെൽ റേറ്റ് എന്ന് പറയുന്നത് 188,731 ആണ്. സോ $1000 35% വിലയുള്ള കോയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. $1000 35% എത്രയാ? $350. $350 വിലയുള്ള കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ സമയത്ത് ബൈ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ. സോ 18874 എന്ന പ്രൈസിൽ $350 വിലയുള്ള കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ 1854.4028 കോയിൻ ആ വാങ്ങിയ കസ്റ്റമർക്ക് അപ്പൊ തന്നെ ഹോൾഡിംഗ് കിട്ടും. ആ കോയിൻ ആ സെക്കൻഡിൽ വേണമെങ്കിൽ അയാൾക്ക് വിൽക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അയാൾ ഒരിക്കലും വിൽക്കില്ല, കാരണം അയാൾക്ക് ലാഭം കിട്ടാൻ വേണ്ടി ആ കോയിനെ ഹോൾഡ് ചെയ്യും. ഞാൻ 2014 ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രി പരിചയപ്പെടുമ്പോൾ ഒരു ബിറ്റ് കോയിന് 23,000 രൂപയായിരുന്നു വില. അന്ന് 23,000 രൂപ കൊടുത്താൽ ഒരു ബിറ്റ് കോയിൻ കിട്ടുമായിരുന്നു. ഇന്നും 2024 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ഇന്നും ഒരു 23,000 രൂപ കൊടുത്താൽ ബിറ്റ് കോയിൻ വാങ്ങാൻ സാധിക്കും. പക്ഷെ 0.00 സംതിങ് ആയി കിട്ടും എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുക. അടുത്തൊരാൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇത്രയും കോയിൻ കിട്ടത്തില്ല, അതിനേക്കാളും കുറച്ച് കോയിനെ കിട്ടും. പക്ഷെ കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ സിസ്റ്റത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഈ കൊടുത്ത $1000 52% $520 ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. പഴയ ലിക്വിഡിറ്റി 36,213 ആയിരുന്നെങ്കിൽ അതിന്റെ കൂടെ 520 കയറുമ്പോൾ 36,733.6152 ലിക്വിഡിറ്റി ആയിട്ട് മാറും. ഫൈനൽ കോയിന്റെ എണ്ണം 1,92,870 ആയിരുന്നെങ്കിൽ അതിന്റെ കൂടെ 1,854 കൂടെ ചേരുമ്പോൾ 1,93,725.1054 കോയിനായിട്ട് കൂടും. പുതിയ ലിക്വിഡിറ്റിയും പുതിയ കോയിൻ നമ്പർ വന്നാൽ അപ്പൊ തന്നെ ബൈ പ്രൈസ് സെറ്റ് ആവും. 189617 ബൈ പ്രൈസ് ഇൻക്രീസ് ആയി. അപ്പൊ തന്നെ സെൽ പ്രൈസ് സെറ്റായി. പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് സെറ്റായി. അവിടെ ഒരാൾ വിൽക്കുകയാണ്, 1000 കോയിൻ വിൽക്കുകയാണ്. അയാളുടെ കയ്യിലുള്ള 1000 കോയിൻ അയാൾ വിൽക്കുകയാണ്. വിൽക്കുമ്പോ 1887 പ്രകാരം പൈസ കൊടുക്കണം. എത്ര കൊടുക്കണം? ആ കൊടുക്കുന്ന എമൗണ്ടിന്റെ 90% മാത്രമേ കൊടുക്കൂ. 10% സിസ്റ്റത്തിൽ ഹോൾഡ് ആകും. സെയിം ടൈം ഈ വിറ്റ 1000 കോയിൻ ബേൺ ചെയ്യപ്പെടും. 1,93,000 നിന്ന് 1,92,000 കോയിന്റെ എണ്ണം കുറയും. അവിടെ കൊടുത്ത 169.86 USDT ലിക്വിഡിറ്റിയിൽ നിന്ന് കുറയും. സോ പുതിയ ലിക്വിഡിറ്റി വന്നു 36,563 ഡിവൈഡഡ് ബൈ 1,92,725 എന്ന് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ പുതിയൊരു ബൈ പ്രൈസ് സെറ്റായി 189719. പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് സെറ്റായി. ഈ പ്രോസസ് എത്ര ബൈ നടന്നാലും എത്ര സെൽ ഇടുന്നാലും നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ടെതർ ഓഷൻ എന്ന് പറയുന്ന ഈ ബുഡ പ്രൊജക്റ്റിൽ ഒരു വിലയ്ക്ക് ഒരാൾക്ക് മാത്രമേ വില വാങ്ങാൻ സാധിക്കൂ. ഒരു വിലയ്ക്ക് ഒരാൾക്ക് മാത്രമേ വിൽക്കാൻ സാധിക്കൂ. കാരണം ആര് വിറ്റാലും ആര് വാങ്ങിയാലും അപ്പൊ വില മാറും. അടുത്ത ആൾക്ക് പുതിയ വിലയ്ക്ക് മാത്രമേ വിൽക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ വാങ്ങാൻ സാധിക്കൂ. ഈ ബ്യൂട്ടി ഇന്ന് ലോകത്ത് ഒരു ട്രെൻഡായിട്ട് മാറാൻ പോവുകയാണ്. കാരണം ഈ സയൻസ് ഓൾറെഡി 100% ഡീസെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞു. റിയൽ ടൈം ബൈ ആൻഡ് സെൽ പ്രോസസ്സിലൂടെ ഈ സിസ്റ്റം വളരെ മനോഹരമായ ഒരു ആശയമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ USDT വെച്ചിട്ട് ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് കോയിൻ ഹോൾഡിംഗ് കിട്ടുന്നു. സെല്ല് ചെയ്യണമെങ്കിൽ സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് കോയിൻസ് ടൈപ്പ് ചെയ്ത് കൺഫർമേഷൻ കൊടുത്ത് അപ്പൊ തന്നെ USDT കിട്ടുന്നു. റിയൽ ടൈം പ്രോസസ് ആണ്. അഫിലിയേറ്റ് ഇൻകം 43% വെച്ചിരിക്കുന്നത് അതും റിയൽ ടൈം ആണ്. $1.5 ഉണ്ടെങ്കിൽ $1.5 നമുക്ക് വിഡ്രോ ചെയ്യാം. ഈ 43% ഇൻകം ഉള്ളത് കൊണ്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, ഈ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവർക്കും കൈ നിറയെ പണം സമ്പാദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സിസ്റ്റം ഒരുക്കി വെച്ചിരിക്കുന്നു. അതിനൊരു ലിമിറ്റ് വെച്ചിട്ടില്ല. നമുക്ക് എത്രമാത്രം വേണമെങ്കിലും ഒരു ദിവസം ഏൺ ചെയ്യാം. അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു മാജിക്കൽ സയൻസ് അഫിലിയേറ്റ് പേ ഔട്ടിലും വെച്ചിട്ടുണ്ട്. ഇത്ര ബ്യൂട്ടിഫുൾ ആയ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് മാറാൻ നമുക്ക് വേണ്ടത് വെറും $20 ആണ്. $20 നമുക്ക് തുടങ്ങാം. 21, 25, 30, 35, 55, 60, 70, 100, 200, 300, 400, $1000 വരെയാണ് സിംഗിൾ ബൈ ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അതായത് ഈ സിസ്റ്റത്തിൽ ഒരാൾക്ക് $5000 മുടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1000 ആദ്യം ബൈ ചെയ്യണം, വീണ്ടും 1000 ബൈ ചെയ്യണം, വീണ്ടും 1000 ബൈ ചെയ്യണം. അങ്ങനെ 5 പ്രാവശ്യമായിട്ട് അദ്ദേഹം വാങ്ങേണ്ടി വരും. അങ്ങനെ വാങ്ങുമ്പോഴുള്ള ഗുണം എന്താ? ഒരു വാങ്ങൽ എന്ന് പറയുന്നത് അപ്പൊ തന്നെ വില മാറി. അപ്പൊ അടുത്ത വാങ്ങലിന് പുതിയ വിലയ്ക്ക് വാങ്ങാൻ പറ്റൂ. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന കോയിൻ ആദ്യം കിട്ടിയ അത്രയും കോയിൻ വീണ്ടും കിട്ടില്ല. അപ്പൊ 5 പ്രാവശ്യം വാങ്ങുമ്പോൾ ഒറ്റയടിക്ക് വാങ്ങുന്നതിന്റെ പകരം കുറച്ച് സപ്ലൈ കുറയ്ക്കാൻ പറ്റും. ഓരോ സ്റ്റെപ്പിലും സപ്ലൈ എങ്ങനെ ലിമിറ്റ് ചെയ്യാമെന്ന് സിസ്റ്റം കൃത്യമായ ഒരു കണക്കൂട്ട് വെച്ചിരിക്കുന്നു. അത് മാത്രമല്ല 5 പ്രാവശ്യം വാങ്ങുമ്പോൾ 5 പ്രാവശ്യം ടോട്ടൽ കമ്മ്യൂണിറ്റിയിലുള്ള കോയിന്റെ വില കൂടി. നോക്കൂ, അയാൾ വന്നു എന്ന പ്രോസസ്സിൽ അയാൾ കൂടുതൽ എമൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ കമ്മ്യൂണിറ്റി ഗുണം ചെയ്യുന്ന രൂപത്തിലാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. ഏത് എമൗണ്ടിന് ബൈ ചെയ്താലും ഇൻസ്റ്റന്റ് ആയിട്ട് 35% വിലയുള്ള കോയിൻ കിട്ടും. അതിനുശേഷം നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും
ഈ സിസ്റ്റത്തിൽ ആ കോയിന്റെ വില കൂട്ടിക്കൊണ്ടേയിരിക്കും. 5 പ്രാവശ്യം അദ്ദേഹം വാങ്ങിയാൽ ആദ്യം വാങ്ങുന്ന കോയിന്റെ വില അടുത്ത വാങ്ങുന്ന സമയത്ത് കൂടിയിട്ടുണ്ടാകും. രണ്ടാമത് വാങ്ങിയപ്പോൾ വീണ്ടും കൂട്ടിയിട്ടുണ്ടാകും. മൂന്നാമത് വാങ്ങിയപ്പോൾ വീണ്ടും കൂട്ടിയിട്ടുണ്ടാവും. അങ്ങനെ 4 പ്രാവശ്യം വാങ്ങുമ്പോഴത്തേക്കും 4 പ്രാവശ്യം ആ വില കൂട്ടിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയുള്ള കോയിൻ, അദ്ദേഹത്തിന്റെ വാങ്ങൽ തന്നെ വില കൂടാൻ കാരണമായി തീർന്നു. എന്നാലോചിച്ച് നോക്കി, ഈ സിസ്റ്റത്തിന് ഒരു മാജിക്കൽ കണക്ക്, ഒരു മാജിക്കൽ മാത്തമാറ്റിക്സ്. സോ ഈ സിസ്റ്റം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സിസ്റ്റം വെച്ചിരിക്കുന്ന 2 ലിമിറ്റേഷൻ നമ്മൾ പഠിക്കണം. ആ ലിമിറ്റേഷൻ നമ്മുടെ സക്സസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന്, നമ്മുടെ പാക്കേജ് എത്രയാണോ അതിന്റെ ഇരട്ടി വിലയ്ക്കുള്ള കോയിൻ മാത്രമേ നമുക്ക് മാക്സിമം വിൽക്കാൻ സാധിക്കൂ. ഇപ്പൊ $100 ഒരു പാക്കേജ് നമ്മൾ എടുത്തു, നമുക്ക് കോയിൻസ് എല്ലാം കിട്ടി, അത് ഗ്രോ ചെയ്തു പോയപ്പോ സെല്ല് ചെയ്യുന്ന സമയത്ത് 100-ന് $200 വരെയുള്ള വിലക്ക് നമുക്ക് വിൽക്കാം. അതിൽ കൂടുതൽ വാല്യൂ ഉണ്ടെങ്കിൽ ആ ബാലൻസ് വാല്യൂക്കുള്ള കോയിൻ അവിടെ ഹോൾഡായി നിൽക്കും. എപ്പോ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ലിമിറ്റ് കൂട്ടാൻ വേണ്ടി ബൈ ചെയ്യുന്നുണ്ടോ, അപ്പൊ തന്നെ വീണ്ടും വിൽക്കാം. ഇതിനാണ് ഈ സിസ്റ്റം വെച്ചേണെന്ന് അറിയൂ. ഒരുപക്ഷെ ഇന്ന് ബിറ്റ് കോയിനിലേക്ക് ആൾക്കാർ ചെയ്യുന്നത് പോലെ മില്യൺസ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. ഇപ്പോ ഈ മീറ്റിംഗ് ഹാളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം എത്ര പേരുണ്ട്? 45 പേരുണ്ട്. ഞാൻ ഉൾപ്പെടെ 45 പേർ. നമ്മൾ കൂടി ആലോചിക്കുന്നു. നമ്മൾ ഒരു വലിയ എമൗണ്ട് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങാൻ തീരുമാനിച്ചു. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാവരോടും കൂടി ചേർന്നിട്ട് ഒരു 10 കോടി രൂപ സംഘടിപ്പിച്ച് ആ 10 കോടി രൂപ വെച്ച് ബിറ്റ് കോയിൻ വാങ്ങാൻ തീരുമാനിച്ചു. എന്നിട്ട് നമ്മൾ തീരുമാനമെടുത്തു, ഈ ബിറ്റ് കോയിൻ ഒരു 100 കോടി രൂപ മൂല്യം വരുന്ന സമയത്തെ വിൽക്കൂ. നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണ്. നമ്മൾ 45 പേരും കാത്തിരിക്കുന്നു. 100 കോടി രൂപ എത്തിയ സമയത്ത് നമ്മൾ വിൽക്കാൻ തീരുമാനിച്ചു, വിറ്റു. ഒരു കാര്യം ഉറപ്പാണ്, ഒരൊറ്റ വിൽപ്പന മാത്രം അന്ന് ബിറ്റ് കോയിന്റെ വില ഭയങ്കരമായിട്ട് താത്തിക്കൊണ്ടുപോകും. ശരിയല്ലേ? അതായത് ഒരു മാസീവ് സെല്ലിംഗ് നടന്നേക്കാണ്, അപ്പൊ തന്നെ ബിറ്റ് കോയിന്റെ വില താന്നു പോകും. സെയിം അവസ്ഥ ടെതർ ഓഷനിൽ ഈ ബുഡ പ്രൊജക്റ്റിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. നമ്മൾ 45 പേരും ഒരുമിച്ച് ഒരു വലിയ സംഖ്യ കണ്ടെത്തിയിട്ട് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. അത് ചെയ്യുമ്പോൾ $1000 ഒരു സിംഗിൾ ബൈ ചെയ്യാൻ സാധിക്കും. അടുത്ത $1000 ഇങ്ങനെ ഒരു 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യേണ്ടി വരും? ആ ട്രാൻസാക്ഷൻ പൂർണ്ണമായിട്ടും ടോട്ടൽ കമ്മ്യൂണിറ്റിയുടെ വില കൂട്ടുന്നുണ്ടാകും, അത്രയും പ്രാവശ്യം കൂട്ടുന്നുണ്ടാകും. അപ്പൊ വാങ്ങുന്ന പ്രോസസ്സ് തന്നെ വില കൂടാൻ കാരണമായി തീർന്നു. ഇനി 100 കോടി എത്തുമ്പോഴേ വിൽക്കാൻ തീരുമാനിക്കുന്നുള്ളൂ, അല്ലെ? നമ്മളുടെ വാല്യൂ 10 കോടിയാണ്. സോ 20 കോടിക്കുള്ളിൽ നമുക്ക് വിൽക്കാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി 80 കോടി വിൽക്കണമെങ്കിൽ വീണ്ടും ബൈ ചെയ്യണം, ലിമിറ്റ് കൂട്ടണം. ആ ലിമിറ്റ് കൂട്ടുമ്പോഴെല്ലാം നമ്മൾ വിറ്റുകൊണ്ടിരിക്കും. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടുന്ന പ്രോസസ് ആയതുകൊണ്ട് നമ്മൾ ഈ 100 കോടി വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും ഈ സിസ്റ്റത്തിൽ എത്ര 1000 ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. അത്രയും പ്രാവശ്യം ടോട്ടൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വില കൂടുന്ന കാരണമായി തീർന്നു, അല്ലെ? സോ വലിയ ഇൻവെസ്റ്റർ വന്നോട്ടെ, അവർ ലാഭം എടുത്തോട്ടെ, പക്ഷെ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് പ്ലസ് പോയിന്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് മാത്രമേ ലാഭം എടുക്കാൻ നമുക്ക് സാധിക്കൂ. ഇപ്പൊ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഈ കമ്മ്യൂണിറ്റിയിൽ 800 ചില്ലാൻ ആൾക്കാർ നിൽക്കുന്ന സമയത്ത് പലരുടെയും കയ്യിൽ കോയിൻസ് ഉണ്ട്. അതിന്റെ മൂല്യം നല്ല രൂപത്തിൽ കയറിയിട്ടുണ്ട്. 6 മടങ്ങും 7 മടങ്ങും 8 മടങ്ങും കയറിയ ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാം കോയിൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഹോൾഡിംഗ് പവർ അവരുടെ ഇഷ്ടമാണ്, എത്ര നാൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. പക്ഷെ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അവർ സെല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ പാക്കേജിന്റെ ഇരട്ടി വിലയ്ക്ക് മാത്രമേ അവർക്ക് വിൽക്കാൻ സാധിക്കൂ. വീണ്ടും വിൽക്കാൻ വേണ്ടി അവർ തയ്യാറാവണമെങ്കിൽ ടോപ്പ് ചെയ്യണം. ആ ടോപ്പ് നമുക്ക് വില കൂടാൻ കാരണമായി തീരും. സോ അവസാനം വന്ന ആൾക്കാർ ഈ സിസ്റ്റത്തിൽ പോസിറ്റീവായിട്ട് ലാഭം എടുക്കുന്ന ആൾക്കാരായിട്ട് മാറുന്നത് ആദ്യം വന്ന ആൾക്കാർ ലാഭം എടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ രണ്ടാമത് ലിമിറ്റ് വെച്ചിരിക്കുന്നത് ഇൻകം വിഡ്രോ ചെയ്യുമ്പോഴാണ്. ഞാൻ ഈ ബിസിനസ്സിൽ കമ്മ്യൂണിറ്റി ഇൻകം പ്രതീക്ഷിച്ചു വന്നിരുന്ന ആളാണ്. പലരും അത്തരത്തിൽ ഇൻകം പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാകും. $20 ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തെ എത്ര സാമ്പത്തിക ക്രൈസിസ് ഉള്ള ആളാണെങ്കിലും ടെതറോഷിന്റെ പാർട്ടായിട്ട് മാറാൻ വളരെ ഈസിയാണ്. ഒരു 2000 രൂപയുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ 2000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്റെ കപ്പാസിറ്റി ഭയങ്കരമാണ്, എന്റെ കോൺടാക്ട്സ് അനന്തമാണ്, 10,000-കണക്കിന് ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ ഇന്ന് ഈ രാത്രി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ ഉറക്കമഴിച്ചിരുന്ന് എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പല രാജ്യങ്ങളുള്ള ആൾക്കാരൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കുറെ ഏറെ വലിയൊരു ടീമിനെ ഞാൻ സൃഷ്ടിച്ചു. നേരം വെളുത്തപ്പോഴത്തേക്ക് ഞാൻ $10,000 സമ്പാദിച്ചു. $10,000 സമ്പാദിച്ചു. എന്റെ പാക്കേജ് $20 ഉള്ളൂ. എനിക്ക് വിഡ്രോ ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ 3 ഇരട്ടി $60 വിഡ്രോ ചെയ്യാം. $60 എനിക്ക് കിട്ടും, സർവീസ് ചാർജ് ഇല്ല. $60 ഞാൻ ടോപ്പ് അപ്പ് ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് അതിനാവശ്യമായ കോയിൻ കിട്ടി. അപ്പൊ തന്നെ എന്റെ ലിമിറ്റ് കൂടി $180 വിഡ്രോ ചെയ്തു. ആ 180 എനിക്ക് കിട്ടും. അപ്പൊ തന്നെ 180 ഞാൻ ടോപ്പ് അപ്പ് ചെയ്തു, എനിക്ക് വീണ്ടും കോയിൻ കിട്ടി.
540 ലിമിറ്റിലേക്ക് എത്തി, അത് വിഡ്രോ ചെയ്തു. ഇങ്ങനെ ഇരുന്ന് ഈ $10,000 വിഡ്രോ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ $3,500 ടോപ്പ് ചെയ്തിട്ടുണ്ടാകും. ആ $3,500 വാങ്ങൽ അത്രയും പ്രാവശ്യം എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക്, ടോട്ടൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വില കൂടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. സോ ഈ സിസ്റ്റത്തിൽ ആര് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് ലാഭം ഉണ്ടാക്കാനുള്ള കാരണമായി തീർന്നേ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഇത്ര ബ്യൂട്ടിഫുൾ ആയ ഒരു ആശയത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം ഓപ്പർച്യൂണിറ്റി ഒന്ന്, നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന വിർച്വൽ കോയിന്റെ അപ്രീസിയേഷൻ തന്നെയാണ്. അത് എത്ര നാൾ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നോ അത്രയും നാളും അപ്രീസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഹോൾഡ് ചെയ്യാതെ ഗ്രോത്ത് വരുന്ന സമയത്ത് വിറ്റ് 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 പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ 10 മാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലാഭം വിറ്റ് വിറ്റ് പോവുകയാണെങ്കിൽ 7 മാസം കൊണ്ട് നേടാൻ സാധിക്കും. ആ മാജിക്കൽ സയൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. പലരും ചിന്തിക്കും ഇത് ഹോൾഡ് ചെയ്ത് ഒരു 10 വർഷം ഹോൾഡ് ചെയ്തേക്കാം, അപ്പോഴായിരിക്കും ഏറ്റവും വലിയ ലാഭം എന്ന്. അല്ല, നിങ്ങളുടെ ക്യാപിറ്റൽ $1,000 ചെയ്ത ഒരാൾക്ക് $350 യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ. ആ $350 കൂടുതൽ വരുന്ന ഗ്രോത്ത് ഒരു $400 ആയി, $50 കോയിൻ വിൽക്കുക, അപ്പൊ 350 അപ്പോഴും ബാക്കി ഉണ്ടാകും. വീണ്ടും 400 ആയി, $50 വിൽക്കുക, അപ്പോഴും 350 ബാക്കി ഉണ്ടാവും. ഇങ്ങനെ എത്ര സെല്ല് ചെയ്താലും $50 നിങ്ങൾ വിഡ്രോ ചെയ്തെടുത്താലും 350 എപ്പോഴും കീപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ 2x ലിമിറ്റ് കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ ബാക്കി ഉണ്ടാകും. വീണ്ടും ഗ്രോ ചെയ്ത് പോയി, ടോപ്പ് അപ്പ് ചെയ്തു, വിഡ്രോ ചെയ്തു, അങ്ങനെ പോകുമ്പോഴും എപ്പോഴും ഈ 350 നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാകും. നിങ്ങൾ എടുക്കുന്ന പ്രോഫിറ്റ് ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും. അത്രമാത്രം പവറാണ് ഈ സിസ്റ്റത്തിന്റെ മാത്തമാറ്റിക്സിലുള്ളത്. പഠിച്ചു മനസ്സിലാക്കി ചെയ്താൽ ഈ കമ്മ്യൂണിറ്റി വലിയ മാജിക്, വലിയ മിറാക്കിൾസ് ഈ ലോകത്ത് സൃഷ്ടിക്കും. അതോടൊപ്പം രണ്ടാമത്തെ ഇൻകം സിസ്റ്റം തരുന്നുണ്ട്, പൂൾ ഇൻകം. പൂൾ ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് $100, $500, $1000 ഇങ്ങനെ വൺ ടൈം പർച്ചേസ് ചെയ്യണം. അവർക്ക് മാത്രമേ പൂൾ ഇൻകം ഉള്ളൂ. $100 ചെയ്തവർക്ക് 1 പോയിന്റ്, 500 ചെയ്തവർക്ക് 5 പോയിന്റ്, 1000 ചെയ്തവർക്ക് 10 പോയിന്റ്. ആ രൂപത്തിലാണ് പോയിന്റ് അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിസ്റ്റം ചെയ്യുന്ന ജോലി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 ഒരു കാൽക്കുലേഷൻ എടുക്കും. ടേൺ ഓവർ എത്രയാണ്, അതിന്റെ 4% മിനിമം ഫണ്ട് എടുക്കും. അതുകൂടാതെ അൺപെയ്ഡ് കമ്മീഷൻസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കമ്മീഷൻ കൊടുക്കുന്നത് അൺപെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, ക്വാളിഫൈ ചെയ്യാത്ത ആൾക്കാർക്ക് വരുമാനം കിട്ടാനുണ്ടെങ്കിൽ ആ വരുമാനം അവർക്ക് പിന്നെ കൊടുക്കില്ല, അത് നേരെ പൂൾ ഇൻകത്തിലേക്ക് വരും. അപ്പോ മിനിമം 4%, അത് 5%, 6%, 7% ഒക്കെ ആവായി മാറാനുള്ള പോസിബിലിറ്റി സിസ്റ്റത്തിലുണ്ട്. ആ ഫണ്ടിനെ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയോ അത് എല്ലാവർക്കും തുല്യമായി കൊടുക്കും. ആ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്നത് വരെയും. ഇപ്പൊ 100 ചെയ്ത ഒരാൾക്ക് 100 തിരിച്ചു കിട്ടുന്നവരെയും, 500 ചെയ്തവർക്ക് 500 തിരിച്ചു കിട്ടുന്നവരെയും, 1000 ചെയ്തവർക്ക് 1000 തിരിച്ചു കിട്ടുന്നവരെയും. ഇപ്പോ 500, 100, 1000 ചെയ്തവരാണെങ്കിലോ 1600 ആയി, 1600 തിരിച്ചു കിട്ടുന്നവരെയും ആ വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൂടാതെ ലെവൽ ഇൻകം തരുന്നുണ്ട്. നമ്മൾ ഈ ബിസിനസ് ചെയ്ത് പോകുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് ആശയം കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെവലിൽ 10% തരുന്നു. നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ഏത് പാക്കേജിന്റെയും അവർ ചെയ്യുന്ന എമൗണ്ടിന്റെ 10% നമുക്ക് കിട്ടും. അവർ എത്ര പ്രാവശ്യം ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ടോ ആ സമയത്തെല്ലാം 10% കിട്ടും. സോ ഈ സിസ്റ്റത്തിൽ ഒരാളെ കൊണ്ടുവന്നാൽ കാലാകാലം വരുമാനത്തിന്റെ ബഹളമായിരിക്കും അല്ലേ? അല്ലെ? ഒരു 5 പേരെ സിസ്റ്റത്തിൽ കൊണ്ടുവന്നു, ഒരു 10 പേരെ കൊണ്ടുവന്നു, ഒരു 100 പേരെ കൊണ്ടുവന്നു. ആ 100 പേരും ഈ സിസ്റ്റത്തിൽ ചെറിയ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വന്നു. ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയപ്പോൾ വലിയ വലിയ എമൗണ്ടിലേക്ക് അവർ ടോപ്പ് അപ്പ് ചെയ്തു. അപ്പോഴെല്ലാം ഈ 10% നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ആലോചിക്കേണ്ട ബ്യൂട്ടി. സെക്കൻഡ് ലെവൽ 3% കിട്ടും. ഈ 2 ലെവൽ കിട്ടാൻ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഇല്ല, പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും പറയുന്നില്ല. എൻട്രി ഉണ്ടോ പൈസ കിട്ടും. എന്നാൽ 3, 4, 5 ലെവലിൽ നമുക്ക് തരുന്നത് 2%. അത് കിട്ടണമെന്നെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മുടെ പാക്കേജ് $50 പാക്കേജ് ആയിരിക്കണം. അതായത് $50 സിംഗിൾ ബൈ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. 20 ചെയ്തു, വീണ്ടും 20 ചെയ്തു, വീണ്ടും 20 ചെയ്തു, മതി. 60 ആയല്ലോ, 50 മതി. 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് ഉണ്ടാകണം. 5 എന്നുള്ളത് 6, 7, 8, 10, 20, 30 ഒക്കെ ആയി, അതൊന്നും പ്രശ്നമില്ല. ഈ ഡയറക്റ്റ് സ്പോൺസർഷിപ്പിലൂടെ $250 ബിസിനസ് വോളിയം വരണം. അതായത് $20 13 പേരെ സ്പോൺസർ ചെയ്തു, അപ്പൊ തന്നെ $260 ആയി അല്ലെ? കണ്ടീഷൻ ഓക്കെ ആയി. സിസ്റ്റം പറയുന്ന കണ്ടീഷൻസ് അവിടെ ഓക്കെ ആയി എങ്കിൽ 3, 4, 5 ലെവലിൽ ഇൻകം കിട്ടും. ഇവിടെയാണ് സിസ്റ്റം പറയുന്ന പൂൾ ഇൻകത്തിന്റെ സാധ്യത. ഈ കണ്ടീഷൻ ഇല്ലാതെ 3, 4, 5 ലെവലിൽ ഇൻകം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ ഇൻകം കൊടുക്കൂല, പകരം ആ ഇൻകം എടുത്ത് പൂൾ ഇൻകത്തിൽ കയറ്റും. അതാണ് അൺപെയ്ഡ് കമ്മീഷൻ വിൽ ബി ആഡഡ് ടു ദ ഇൻവെസ്റ്റ്മെന്റ് പൂൾ എന്ന് സിസ്റ്റം പറയുന്നത്. ഇനി 6, 7, 8, 9, 10 ലെവലിൽ 6, 7, 8 ലെവലിൽ 1% തരുന്നുണ്ട്. 9, 10 ലെവലിൽ 0.5% വീതം തരുന്നുണ്ട്. ഈ വരുമാനം കിട്ടാൻ വേണ്ടി നമ്മുടെ പാക്കേജ് $100 ആയിരിക്കണം. അപ്പൊ 20, 20, 20 അങ്ങനെ ടോപ്പ് അപ്പ് ചെയ്ത് 100-ലെത്തിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. 5 ഡയറക്റ്റ് റെഫറൽ സെയിം ആണ്. പക്ഷെ ഡയറക്റ്റ് ബിസിനസ് പോളിയത്തിലൂടെ $500 എത്തുകയും ചെയ്യണം. അത് ആ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത ആൾക്കാർ ടോപ്പ് അപ്പ് ചെയ്ത് വന്നാൽ മതി. ഇപ്പൊ 20 ചെയ്ത ഒരാള് അത് ടോപ്പ് അപ്പ് ചെയ്ത് 100-ലെത്തി. അങ്ങനെ 5 പേര് 100-ലെത്തിയാൽ
500 സോ 6 മുതൽ 10 ലെവലിലെ ഇൻകം നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയും ക്രൈറ്റീരിയ പൂർത്തീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ലെവലിലെ ഇൻകം ഉണ്ടെങ്കിൽ സിസ്റ്റം അത് പൂളിംഗത്തിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോ 1 മുതൽ 10 വരെയുള്ള ലെവലിലേക്ക് 23% മാറ്റിവെച്ചിരിക്കുന്നു. ഈ സിസ്റ്റം ചെയ്യുന്ന ജോലി, ഒരു എമൗണ്ട് വന്നാൽ 52% ലിക്വിഡിറ്റി കയറ്റുന്നു, 5% അഡ്മിൻ ഫണ്ടാണ്, 43% പേ ഔട്ട് ആണ്. സോ ആ 43%ൽ 4% ഇൻവെസ്റ്റ്മെന്റ് പൂളിലേക്ക് മിനിമം ഫണ്ട് വെച്ചിട്ടുണ്ട്, 23% 10 ലെവലിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയും ഒരു 16% ഉണ്ട്. ആ 16% കൊടുക്കുന്നത് റാങ്കിലേക്കാണ്. അത് 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്കാണ് കിട്ടുക. 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ ഇൻകോ ലെവൽ പ്ലാനിൽ ഒരിക്കലും നമുക്ക് കേൾക്കാത്തൊരു സയൻസ് ആണതല്ലേ. അൺലിമിറ്റഡ് ലെവൽ ഇൻകം എങ്ങനെ തരാൻ പറ്റും? അതൊന്നും സിസ്റ്റത്തിന് സാധിക്കില്ല. പക്ഷെ സാധിക്കും. കൃത്യമായ ഒരു പ്ലാനിങ് ആ ഒരു റാങ്ക് ക്രൈറ്റീരിയയിലും സിസ്റ്റം വെച്ചിരിക്കുന്നു. ഫസ്റ്റ് റാങ്ക് സിൽവർ എന്ന റാങ്കാണ്. സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ പ്രൈമറി ആയിട്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. $100 പാക്കേജ്, 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ്, $500 ബിസിനസ്, അത് ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ടോട്ടൽ ടീം വോളിയം $5000 എത്തുന്ന സമയത്ത് നമ്മൾ സിൽവർ റാങ്ക് ആവും. ടോട്ടൽ ടീം വോളിയം $5000 എത്തുന്നു. അതെങ്ങനെ? ഏതെങ്കിലും ലൈനിൽ വന്നാൽ മതി. അതിലിപ്പോ 10ാമത്തെ ലെവലിലായിരിക്കാം, 15 ലെവൽ കൊണ്ടായിരിക്കാം, 20 ലെവൽ കൊണ്ടതായിരിക്കാം, അതൊന്നും സിസ്റ്റം നോക്കുന്നില്ല. ടോട്ടൽ ടീം വോളിയം 5000 എത്തിയോ, നമ്മൾ സിൽവർ റാങ്ക് ആയി. എങ്കിൽ 4% വരുമാനം നമുക്ക് അപ്പൊ തന്നെ കിട്ടും. ഏതിന്റെ? ആ ലെവലിൽ എവിടെ എൻട്രി നടന്നാലും 4%. അപ്പൊ ഫസ്റ്റ് ലെവലിൽ നടന്നാലോ 10% തരുന്നുണ്ടല്ലേ, അതിന് കൂടെ 4 തരും, 14% നമ്മുടെ ഇൻകം മാറും. സെക്കൻഡ് ലെവലിൽ നടന്നാലോ 7% നമ്മുടെ ഇൻകം മാറും. 3, 4, 5 ലെവലിൽ നടന്നാലോ 6% ഇൻകം മാറും. സോ റാങ്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ ആദ്യത്തെ 10 ലെവലിൽ ഇൻകം നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെയാണ് സെക്കൻഡ് റാങ്ക് ആയ ഗോൾഡ് റാങ്ക് എത്തുമ്പോൾ നമുക്ക് 2 സിൽവർ, ഏതെങ്കിലും 2 ലെഗിൽ ഓരോ സിൽവർ ഉണ്ടാകണം. ടോട്ടൽ $25,000 ബിസിനസ് ഉണ്ടാകണം. ഒരു സിൽവർ വരിക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം $5000 ബിസിനസ് നടത്തുന്ന അല്ലെ. 2 സിൽവർ വെച്ചാൽ $10,000 ബിസിനസ് ആയി. ബാക്കി $15,000 ബിസിനസ് കൂടെ വന്നാൽ നമ്മൾ ഗോൾഡ് റാങ്കിലെത്തി. 8% അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറും. അപ്പോൾ ഒരു സിൽവർ ഉണ്ട്, നമ്മൾ ഗോൾഡ് ആണ് എങ്കിൽ സിൽവറിന്റെ ടീമിൽ നടന്ന ബിസിനസിന്റെ 4% സിൽവർ കൊടുക്കും, ബാക്കി 4% ആയിരിക്കും നമുക്ക് കിട്ടുക. ഗ്യാപ് കമ്മീഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് ഇൻകം കൊടുക്കാൻ സിസ്റ്റം സാധിക്കുന്നത്. ഒരിക്കലും സിസ്റ്റത്തിന് ഒരു ബേർഡൻ ഈ റാങ്കിങ് സിസ്റ്റത്തിൽ പോലും ഇല്ല. വളരെ ഈസി ആയിട്ട് വിൻ ചെയ്യാൻ സാധിക്കും. ഗോൾഡ് റാങ്കിൽ എത്തുമ്പോൾ ഫസ്റ്റ് ലെവൽ ഇൻകം 18% മാറും, സെക്കൻഡ് ലെവൽ 11% മാറും, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ, ഫിഫ്ത് ലെവൽ 10% മാറും. ഇങ്ങനെ ലെവൽ ഇൻകവും നമുക്ക് കൂട്ടിയെടുക്കാം റാങ്ക് കൂടുമ്പോൾ. എമറാൾഡ് എന്ന റാങ്ക് ആണ് അടുത്തത്. എമറാൾഡ് റാങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 ഗോൾഡ് ലെഫ്റ്റ്, ഏതെങ്കിലും 2 ലെഗിൽ ഓരോ ഗോൾഡ് ക്രിയേറ്റ് ചെയ്യുക, $1,00,000 ബിസിനസ് വരിക. ഒരു ഗോൾഡ് എന്ന് പറഞ്ഞാൽ $25,000 ബിസിനസ് ആണ് അല്ലേ. അപ്പൊ 2 ഗോൾഡ് എന്ന് പറയുമ്പോൾ $50,000 ബിസിനസ് ആയി. ബാക്കി $50,000 ബിസിനസ് കൂടെ വന്നാൽ നമ്മൾ എമറാൾഡിലെത്തി. 12% നമ്മുടെ ബെനിഫിറ്റ് മാറും. 12%. സോ ഡയമണ്ട് റാങ്ക് അതിലെത്താൻ 2 എമറാൾഡ്, $5,00,000 ബിസിനസ്. 2 എമറാൾഡ് എന്ന് പറയുമ്പോൾ തന്നെ $2,00,000 ബിസിനസ് വന്നു കഴിഞ്ഞു. സോ ബാക്കി $3,00,000 ബിസിനസ് വന്നാൽ മതി, ഡയമണ്ട് റാങ്കിൽ എത്തും. ഡയമണ്ട് റാങ്കിൽ എത്തുമ്പോൾ 16% നമ്മുടെ ഇൻകം മാറും. സോ ഡയമണ്ട് റാങ്ക് എത്തിക്കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു സ്പോൺസർഷിപ്പിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എത്രയാണ്? 26%. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ഏത് പ്രോഗ്രാം ചെയ്ത ആൾക്കാരോട് ഒന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ചീവർ ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുകളെ സ്പോൺസർ ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിരിക്കുന്നത് അല്ലെ. പല ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അച്ചീവ്മെന്റ്, കാരണം അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മളൊരു മാഗ്നറ്റ് ആയിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും കേൾക്കുകാർക്കാരന് പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാകും. ഒരുപാടൊന്നും നമ്മൾ സംസാരിക്കേണ്ട വരില്ല, വളരെ നിസ്സാരം സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ബോഡി ലാംഗ്വേജ് ആ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡയമണ്ട് മെമ്പർഷിപ്പ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ഒരു ദിവസം നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്നത് മിനിമം ഒരു $10,000 ഒക്കെ ആയിരിക്കും. സുഹൃത്തുക്കളെ, ഡെയിലി ഒരു $10,000 ഏൺ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറാൻ ഒരു $5,00,000 ബിസിനസ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്താൽ മതി. അത് 1 മാസം കൊണ്ട് വേണോ, 5 മാസം കൊണ്ട് വേണോ, 10 മാസം കൊണ്ട് വേണോ, 10 വർഷം വേണോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ, ഡെയിലി ഒരു $10,000 വരുമാനമുള്ള ആൾക്കാരായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ടോപ്പപ്പ് ചെയ്യും? ഈ $10,000 വിഡ്രോ ചെയ്യാനേ എത്ര പ്രാവശ്യം ടോപ്പപ്പ് ചെയ്യും? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. സോ ഈ സിസ്റ്റത്തിൽ എത്ര വലിയ അച്ചീവർ വരുമ്പോഴും ഈ സിസ്റ്റം പ്രോഗ്രസ്സിൽ നിന്ന് പ്രോഗ്രസ്സിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രാഫ് ഈ സിസ്റ്റത്തിന്റെ 100% ഡിസ്ട്രിബ്യൂഷൻ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണ്. കൈവെള്ളയിലെ രേഖ പോലെ കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫ്.
ലോകത്ത് ഏത് പ്രൊജക്ട് സംസാരിച്ചാലും പ്രൊജക്ട് നമുക്ക് മനസ്സിലാവും, അതിന്റെ സ്റ്റോറി മനസ്സിലാവും, പക്ഷെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്ലാൻ ഞാൻ കണ്ടിട്ടില്ല. ഓരോ മൂവ്മെന്റും എത്രമാത്രം സക്സസിലേക്ക് നമ്മൾ നയിക്കുന്നു എന്ന് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. സുഹൃത്തുക്കളെ, ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്കൊന്ന് കൈകോർക്കാം. ടെക്നോളജിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാം, വാല്യൂ ആപ്പ് ഡിജിറ്റൽ അസറ്റ് എന്ന ഈ പ്രോഗ്രാമിന്റെ പാർട്ടായി നിന്നുകൊണ്ട് ടെതർ ഓഷനെ നമുക്ക് ബിൽഡ് ചെയ്യാം. ഇന്ന് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യാൻ പോകുന്ന USDTയുടെ അളവ് ഒരു സോളിഡ് ടീം ബിൽഡ് ചെയ്യുമ്പോൾ എത്രമാത്രം വലുതായിരിക്കും നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കുക. ഉഡ 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 ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതായിരിക്കും ലോകത്ത് ടെതർ ഓഷന്റെ സാധ്യത എന്ന് പറയുന്നത്. ഉഡ സെക്ടറിലേക്ക് നിരവധി പ്രോജക്റ്റുകൾ ഒരുപക്ഷെ വന്നേക്കാം, പക്ഷേ ടെതർ ഓഷനുള്ള ഇമ്പോർട്ടൻസ് അത് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. ക്രിപ്റ്റോ കറൻസി രംഗത്ത് 10,000 പ്രൊജക്ട് വന്നപ്പോഴും ബിറ്റ്കോയിന്റെ എക്സിസ്റ്റൻസ് നിലനിൽക്കുന്നത് പോലെ. സുഹൃത്തുക്കളെ, ഈ ആശയം വളരെ വലുതാണ്. ഈ ആശയത്തിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്, ഈ ആശയത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. അത് മനസ്സിലായ ആൾക്കാരാണ് ഇപ്പോൾ ഇരിക്കുന്ന ഓരോരുത്തരും. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ആശയം കേട്ടപ്പോൾ, മനസ്സിലായപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, ഞാൻ വന്നത് ഇന്ന സമയത്താണ്, ഇത് സംഭവം കൊള്ളാം, എനിക്ക് ഇത്ര കോയിൻ ഉണ്ടായിരുന്നു, ഇത്ര ഗ്രോത്ത് ഇപ്പൊ എനിക്ക് കോയിൻ വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ചോദിക്കാൻ ഞാൻ ഈ വേദി നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് തരികയാണ്. നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാം. ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ട് ആരാണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാം, മൈക്ക് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സിസ്റ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഈ മീറ്റിംഗ് ഹോളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? കോൺട്രിബ്യൂട്ട് ചെയ്യാം. സെലിൻ, യെസ് സെലിൻ. ബുഹാദേബ് ഹൽഡർ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. വെൽക്കം സർ. ഹീസ് ഫ്രം കൊൽക്കത്ത. Yes. Okay. I just invite him. उसको मैं इनवाइट किया किसके लिए? मीटिंग इधर चल रहे, ऐसा समझने के लिए मैं इनवाइट किया. उसको मलयालम नहीं मालूम है, मलयालम में कोई कुछ नहीं आता है, बट मैं उसको बोला स्क्रीन में क्या देखा है वो आपको समझ में आता है, इसलिए आओ, ऐसे बोल के मैं इनवाइट किया. सही है सर? ओके सर, नाइस. मैं तो समझ गया आपको बात, लेकिन बोल नहीं पाता हूँ. ओके सर, ओके. तो सर तो स्क्रीन में देखा है तो अच्छा लगा मेरे को. जो डिजिटल कॉन्सेप्ट है बहुत अच्छा लगा मेरे को. कॉन्सेप्ट बहुत जबरदस्त कॉन्सेप्ट है. अगर आगे बहुत आगे जाएगा सर, ये मैं दिल से कह रहा हूँ. ये बहुत आगे जाएगा, क्योंकि सर ये कॉन्सेप्ट मेरे को जब से आप बोला, जब से आप वीडियो शेयर किया था, जब से मैं वीडियो देखा तब से मेरा दिल चाहता है सर आपको साथ मिल के साथ बैठ के बात करने का. ये बात है, हर बात यही सोचता मैं. एक बात है सर, जो मैं एक बात है सर, वो जो फोन का जो इनकम आएगा, जो कमीशन, वो फिर भी जनरेशन रहेगा पुल में कमीशन. क्या है सर? एक और बार सर जो बोल रहे हैं, जो कमीशन जो आएगा, धरिए जो हम लोग $100 पुल में रखा, मैंने इन्वेस्ट किया, तो इन्वेस्टर जो कमीशन आएंगे, 4%, तो वो फिर पुल में इन्वेस्ट हो जाएगा, ऐड हो जाएगा. हाँ, इधर तीन तरीका इनकम है इसमें. एक तरीका पूल इनकम, सेकंड तरीका कॉइन बेचने का वो इनकम, वो 2x है. तीन तरीका अफिलिएट इनकम, नेटवर्क कमीशन. अब वो सब समझ गया, लेकिन वो जो मैं देख रहा है, जो एडेड कमीशन एडेड द पुल अकाउंट, तो मैं यही सोचा, धरिए जो मेरे को $100 से $10 मिला, ना, वो लेवल है ना, लेवल में वो क्राइटेरिया कंप्लीट, बिना क्राइटेरिया से वो इनकम नहीं मिलेगा. अब क्राइटेरिया ओके होने का टाइम वो इनकम उस दिन तक स्टार्ट हो जाएगा. अच्छा. तो पहले वाला इनकम नहीं मिलेगा सर. वो जो डायमंड रैंक बोल रहा है, सिल्वर रैंक बोल रहा है, वो तो हम लोग का एक पीडीएफ भेज दीजिए सर, मेरा 100% श्योर. सर तो मैं अभी सर एक कॉन्सेप्ट पहले का समय आप देख रहे हैं सर, मैं देख रहा हूँ सर, सब फॉलो कर रहे हैं, रोज फॉलो कर रहे हैं. तो आगे कॉन्सेप्ट लेके जाने का है सर. मेरा यही मेरे दिल से आता है, आगे लेके जाने का कॉन्सेप्ट. कलकत्ता सर, एक कॉन्सेप्ट कलकत्ता से सर वेस्ट बंगाल में सर फैला देंगे हर जगह में, ये मैंने सोच लिया. सर आप खाली ठीक है, आप खाली आपको सर हाथ मेरा सर पे रहना चाहिए बस.
Sure. We will यही come. बात है We'll सर. come. Next ओके next सर. week बस we'll come. Okay. ओके सर. थैंक यू Okay, सर. sir. यही बात है बस. Welcome. मैं समझ गया सर. मैं कॉन्सेप्ट समझ गया. ऐसा बात नहीं Very मैं good. समझ रहे हैं. Very good. आपका भाषा पे मैं समझ I गया. will appreciate. हाँ. I ओके will सर. थैंक यू. appreciate. I will appreciate. Okay. ओके. थैंक यू सर. ओके. Thank बाय. you. Welcome. ओके. Okay. Yes. വേറെ ആർക്കാണ് സംസാരിക്കാനുള്ളത്? നമ്മൾ മലയാളത്തിലെ പ്രസന്റേഷൻ ആണ്. ഹിന്ദിയിൽ നിന്നാണ് ഒരാൾ എക്സ്പീരിയൻസ് ചോദിച്ചതും ക്വസ്റ്റ്യൻ ചോദിച്ചതും. മലയാളികൾ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായോ? അജയ് ഘോഷ് ഉണ്ട്, അക്സ ജെയിംസ് ഉണ്ട്, അനിൽകുമാർ ഉണ്ട്, അശോക് ഉണ്ട്, അശോകൻ മരുതിയോടൻ ഉണ്ട്, ബാബുരാജ് ഉണ്ട്, ഭാനു വിക്രമൻ ഉണ്ട്. ആരാണ് സംസാരിക്കാനുള്ളത്? ഓപ്പൺ ചെയ്തോളൂ. ഞാൻ കുറച്ച് പേര് വായിച്ചത് മാത്രമേ ഉള്ളൂ. സെലിൻ നേരത്തെ മൈക്ക് ഓപ്പൺ ചെയ്തിരുന്നു, ചോദിച്ചില്ല. ഫിജോ ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്തൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്താ യാത്രയിൽ വല്ലതാണോ? സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ? നീതു മൈക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ നീതുവിന്? എനിക്കറിയാവുന്ന ചില പേരുകൾ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഇത് അശോകനാണ്. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. സാർ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആയി. പക്ഷെ അതിനുശേഷം ഈ ടോക്കൺ പോക്കറ്റിലാണല്ലോ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെ. ഓക്കെ, അതിന്റെ ഒരു ചെറിയൊരു ഡെമോ കൂടി തരുമായിരുന്നെങ്കിൽ നമുക്ക് അതിനുശേഷമുള്ളവർക്ക് എങ്ങനെ ജോയിൻ ചെയ്യണം എന്നതിനെ പറ്റി ഒരു ക്ലിയർ പിക്ചർ. അത് നമുക്ക് ട്രെയിനിങ് സെഷൻ, ഇതൊരു ഓപ്പൺ മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാറുന്നത്. ട്രെയിനിങ് സെഷൻസ് വയ്ക്കുമ്പോൾ നമുക്കത് ചെയ്തുതരാം കേട്ടോ. അതിന്റെ വീഡിയോസ് എല്ലാം നമ്മൾ ഓൾറെഡി മാർക്കറ്റിലേക്ക് വിട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നമ്മൾ ചോദിച്ചാൽ കിട്ടും കേട്ടോ. ഓക്കെ. ഹലോ, വെൽക്കം. സർ, പ്രോഗ്രാം നന്നായിരുന്നു. ഓക്കെ. എന്ത് തന്നെയായാലും ഞാൻ ഒത്തിരി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, 2 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് പഠിച്ച പാഠം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ടൈമും എഫേർട്ടും ഒക്കെ എടുത്തിട്ട് നമ്മളൊരു ടീമിനെ ഉണ്ടാക്കി കൊണ്ടുവരും. പിന്നെ കമ്പനി പ്ലാൻ മാറ്റും, കമ്പനി പ്രൊഡക്റ്റിന് റേറ്റ് കൂട്ടും. അവിടെ പ്രൊഡക്റ്റിന് റേറ്റ് കൂടുമ്പോ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ നമ്മളുടെ കോയിന്റെ റേറ്റ് കൂടുമ്പോ ഒത്തിരി ഹാപ്പിയാണ്. അപ്പൊ എന്തിനായാലും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ ആദ്യം പേടിച്ചും മടിച്ചും നിന്നിരുന്ന ഒരു മേഖലയാണ് ഈ ഒരു ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ. കാരണം ഞാൻ അറിയുന്ന ഒരുപാട് പേര് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ എന്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അത്തിരി പണമൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് ഒരുപാട് പേരെ കൊണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. നമ്മൾക്കും ചെറിയൊരു USDT എടുത്തുകൊണ്ട് മാത്രം ചെയ്താൽ മതി 20. പക്ഷെ ഞാൻ ഇതിൽ 100 USDT എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്തിനായാലും ഒരുപാട് പേർക്ക് ഞാൻ ഈ ഒരു ആശയത്തിനെ കൈമാറിയിട്ടുണ്ട്. പക്ഷെ പല ആളുകളും കൈപൊള്ളിയിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ആശയം പറയുമ്പോൾ വിശ്വസിക്കാൻ ഇത്തിരി അവർക്ക് മടിയുണ്ട്. കാരണം ഇത് നടപ്പിലാവുന്ന കാര്യമാണെന്നൊക്കെ മജി സാർ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്തിനായാലും നമ്മളിതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇത് എന്തിനായാലും ഇപ്പോ സാറ് പറഞ്ഞ പോലെ വളരെ കുറച്ച് ആളുകൾ മാത്രം എടുത്തപ്പോഴത്തേക്കും, ഇപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത ആളാണ്, 0.01 ഉള്ളപ്പോ എടുത്തതാണ്. ഇപ്പൊ എന്തിനായാലും നമുക്ക് നല്ലൊരു ഗ്രോത്തിൽ നിൽക്കുകയാണല്ലോ. എന്തിനായാലും ഈ ഒരു ആ ഗ്രോത്ത് എത്രയാണെന്ന് പറയാമോ? ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. 180 അല്ലേ നിൽക്കുന്നേ? 0. ഓക്കെ. അപ്പൊ അതില് നിതുവിന്റെ കയ്യിലുള്ള കോയിന് എത്ര ഗ്രോത്ത്, ഇപ്പൊ എത്ര എമൗണ്ട് വാല്യൂ ഉണ്ട്? ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എടുത്താണ് 0.01 ഉള്ളപ്പോ എടുത്ത. അതായത് ഇപ്പോ എന്തിനേലും ഗ്രോത്ത് ഒരു 17 ഇരട്ടി പറയാലോ സാറ് നമുക്ക്? ഓക്കെ. അപ്പൊ എന്തിനായാലും നല്ലൊരു ഗ്രോത്ത് ആണ് ഈ ഒരു ചെറിയ സമയം കൊണ്ട് കിട്ടിയേക്കുന്നത്. അപ്പൊ എന്തിനായാലും ഒരു ലോങ് ടൈം നമ്മളിപ്പോ ഇന്ന് ഇപ്പൊ ഒരു പോളിസി, ഒരു ഇൻഷുറൻസ് ചെയ്യുകയാണെങ്കിലും ഇന്ന് ചെയ്തിട്ട് നാളെ അതിന്റെ ഇത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന ആളുകളല്ല. നമ്മൾ ലോങ് ടേം ആണ്. ഒരു കുട്ടിയുടെ പേരിൽ, ഒരു ചെറിയൊരു കുട്ടിയുടെ പേരിൽ നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് ആ കുട്ടിക്ക് എഡ്യൂക്കേഷൻ പ്ലാൻ ആയിട്ടോ അല്ലെങ്കിൽ മാരേജ് പ്ലാൻ ആയിട്ടോ ഇരിക്കുമ്പോൾ അത്ര നാള് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ലോങ് ടേം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട്. അതിനിടയ്ക്ക് ഇതിൽ വർക്കിങ്ങിലുള്ളവരാണെങ്കിൽ നമ്മൾക്ക് എന്താണ് പറയാ, വിഡ്രോവൽസും അതുപോലെ ടോപ്പ് അപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി അല്ലെ, 1 lakh ട്രാൻസാക്ഷൻ പറഞ്ഞാൽ 1 lakh തവണ നമ്മളുടെ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനായാലും ഹാപ്പി ആയിട്ട് ഇരിക്കാം. നമ്മൾക്ക് ഇപ്പൊ ഇതിൽ വരുന്നവർക്കൊക്കെ എല്ലാവർക്കും ഹാപ്പിനെസ്സോടുകൂടി വർക്ക് ചെയ്യാം.
നമ്മുടെ ടീം ചിലപ്പോൾ ഡെവലപ്പ് ആവാൻ ചിലപ്പോൾ ടൈം, ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയാം, എന്റെ ടീം ഡെവലപ്പ് ആയിട്ടില്ല, പക്ഷെ ഞാനത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന്റെ കാരണം ഇതിന്റെ ഫ്യൂച്ചർ കണ്ടിട്ട് തന്നെയാണ്. ഡെവലപ്പേഴ്സിനെ നേരിട്ട് കണ്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ എന്തിനേലും സർ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് തന്നേക്കുന്നത്. നമ്മുടെ ശിവദാസൻ സാറും സിനോഫർ സാറും അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഈ സമയത്തില് നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു ആശയം അവരെ തലയിൽ ഉദിച്ചത് കൊണ്ട് അത് നമ്മളെ പോലുള്ള ഒരുപാട് പേർക്കാണ് ഗുണം കിട്ടിയിട്ടുള്ളത്. എന്തിനായാലും ഇതിലിപ്പോ 39 പേര് ഉണ്ട്. അവരെല്ലാവരും കോൺഫിഡൻസോട് കൂടി, ആദ്യം തന്നെ നമ്മൾക്ക് കോൺഫിഡൻസ് വേണം, എന്നാലാണ് നമ്മൾ ആ കോൺഫിഡൻസോട് കൂടിയിട്ട് വേണം ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ. അപ്പോ ചോദ്യങ്ങൾ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്തായാലും എല്ലാവരും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. യെസ്, സിനോഫർ സാർ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ഡെവലപ്പറിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് ജസ്റ്റ് കാതോർക്കാം. ഹായ് സാർ, നമസ്കാരം. വെൽക്കം. യൂഷ്വലി വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ സാർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഓക്കെ, നമസ്കാരം. എന്റെ പേര് സയ്യദ് സിനോഫർ ആണ്. ഞാൻ ഈ സിസ്റ്റമിന്റെ ഡെവലപ്പറാണ്. ഞാനും ശിവദാസുമാണ് ഈ സിസ്റ്റം മാർച്ച് 21 ലോഞ്ച് ചെയ്തത്. ആക്ച്വലി ഞാൻ കോഴിക്കോടാണ് സ്ഥലം. റൈറ്റ്. സോ ഫ്രം ഡേ വൺ നമ്മൾ എപ്പോഴും ഓരോ ലീഡേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അതിനുള്ള ചേഞ്ചസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫീഡ്ബാക്സും ഞങ്ങൾ എടുക്കാൻ ഓപ്പൺ ആണ്. അതേപോലെ ഇൻകം ഞങ്ങൾ ആദ്യം 2 ലെവൽസ് ആയിരുന്നു ഞങ്ങളുടെ ഇൻകം. ഇപ്പൊ അത് ഞങ്ങൾ 10 ലെവൽസ് ആക്കി മാറ്റിയിട്ടുണ്ട് ആക്ച്വലി. റൈറ്റ്. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ലീഡേഴ്സ് ക്യാൻ റിയലി മേക്ക് മണി ഇൻ ദിസ് പെർട്ടിക്കുലർ പ്ലാൻ. റൈറ്റ്. ആക്ച്വലി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് മന്ത് ഏത് വലിയ ലീഡർ ആവട്ടെ, ഫസ്റ്റ് മന്ത് ഒരു മാക്സിമം നമ്മളെ ടീം സൈസ് ഒരു 10 മെമ്പർ ഉണ്ടാവുള്ളൂ. പക്ഷെ പിന്നെ നമ്മൾ അവിടെ ട്രെയിൻ ചെയ്തു ഒരു 50 മെമ്പർ 500 മെമ്പർ ടീം സെറ്റ് ആവാൻ നമുക്ക് 6 months ടൈം എടുക്കും. പക്ഷേ ഇതുവരെയുള്ള സിസ്റ്റമിലുള്ള പ്രശ്നം എന്താന്ന് പറയുകയാണെങ്കിൽ 6 months ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ടീമും നല്ലൊരു ഇൻവെസ്റ്റേഴ്സും നമ്മൾ താഴെ വന്നിട്ടുണ്ടാവും. പക്ഷേ കമ്പനി കൊളാപ്സ് ആയിട്ടുണ്ടാവും. റൈറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ തരുന്ന ഇൻഷുറൻസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ ലീഡർ ദിസ് സിസ്റ്റം ഈസ് ഗോണ സ്റ്റേ ഫോർ എ വെരി ലോങ് ടൈം. ആക്ച്വലി നിങ്ങൾ എല്ലാവരും ധൈര്യമായിട്ട് വർക്ക് ചെയ്യുക. ബിക്കോസ് ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. മജീദ് സാർ പറഞ്ഞ പോലെ 100% ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ആണ്. അതിൽ 52% ലിക്വിഡിറ്റിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രോത്ത് വളരെ സ്ലോ ആണെങ്കിലും ഈ സിസ്റ്റമിൽ ഞങ്ങൾക്ക് ഒരു ബേർഡനും ഇല്ല. റൈറ്റ്. ഇന്ന് ഈ സിസ്റ്റമിൽ ഒരു $1,000 ജോയിനിങ് വന്നാലും $10,000 ജോയിനിങ് വന്നാലും $1 lakh ജോയിനിങ് വന്നാലും ഈ സിസ്റ്റമിൽ ലയബിലിറ്റി ഒന്നുമില്ല. ബിക്കോസ് ഈ സിസ്റ്റം ഗ്രോ ചെയ്യുന്നത് ലീഡേഴ്സ് ആണ്. ഈ സിസ്റ്റത്തിനെ ഗ്രോ ചെയ്യുന്നത്. മോർ നമ്പർ ഓഫ് പീപ്പിൾ ഉള്ളിലേക്ക് വരുമ്പം ട്രാൻസാക്ഷൻസ് കൂടും. ട്രാൻസാക്ഷൻ കൂടുമ്പം ബൈ പ്രൈസ് കൂടും. ബൈ പ്രൈസ് എത്തുമ്പം സാറ് പറഞ്ഞ പോലെ, മജീദ് സാറ് പറഞ്ഞ പോലെ 2x 3x 4x അല്ലെങ്കിൽ 10x എത്തിയാലും 2x ആണ് ലിമിറ്റ് ആക്ച്വലി. സോ എപ്പം ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങൾ സെൽ ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെയും അത് ബൈ ചെയ്യാൻ ആക്ച്വലി. റൈറ്റ്. ട്രൈ ടു ബൈ ദ കോയിൻസ് ആസ് ഏർലി ആസ് പോസിബിൾ. റൈറ്റ്. ബിക്കോസ് മജീദ് സാർ പറഞ്ഞ പോലെ നിങ്ങളെ കോയിൻ ചിലപ്പോൾ 3x എത്തും 4x എത്തും. പക്ഷെ നിങ്ങളെ കോയിൻ 4x എത്തുമ്പം ആ കോയിന്റെ പ്രൈസ് $1 അല്ലെങ്കിൽ $2 ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ റീബൈ ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് വെരി ലെസ് നമ്പർ ഓഫ് കോയിൻസ് ആക്ച്വലി. മനസ്സിലായില്ലേ? സോ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് കൂടും. നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ബെനിഫിറ്റ് ആണ് ആക്ച്വലി. എനിക്ക് ഇതിന്റെ മേജർ ടീം നോർത്ത് ഇന്ത്യയിലാണ് ആക്ച്വലി. സോ ഐ ഓൾവേസ് സേ ടു നോർത്ത് ഇന്ത്യൻ പീപ്പിൾ, കേരള ടീം വർക്ക് ചെയ്യുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻസ് ആർ ഗെറ്റിംഗ് ദ ബെനിഫിറ്റ്. നോർത്ത് ഇന്ത്യ ടീംസ് വർക്ക് ചെയ്യുമ്പോൾ സൗത്ത് ഇന്ത്യൻ ടീംസ് ആർ ഗെറ്റിംഗ് ദ ബെനിഫിറ്റ്. സോ വളരെ we are only touching 900 members. ഇത് സാറ് പറഞ്ഞ പോലെ 9,000 members ആവാണെങ്കിൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് കൂടും ആക്ച്വലി. വൺ തിങ് ടു ദ ലീഡേഴ്സ്, ഒരു ഇൻവെസ്റ്റർ ഇവിടെ വരികയാണെങ്കിൽ $1,000 ഇൻവെസ്റ്റ് ചെയ്താൽ മേ ബി ഒരു 1 year he can make $2,000. Right? But as a leader,
ഈ സിസ്റ്റമിൽ $1,000 ഏൺ ചെയ്യാൻ ആ ലീഡർ $1,000 ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ലീഡർ can even come with $20 actually, right? So you decide how much you want to make. Like you want to make $50 per day, illegal $100 per day, illegal $1,000 per day. ഈ സിസ്റ്റം നിങ്ങൾക്ക് ആ പൊട്ടൻഷ്യൽ ഈ സിസ്റ്റമിലുണ്ട്. സോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പ്ലാൻ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആക്ച്വലി, റൈറ്റ്? ബിക്കോസ് ഇതുവരെ നമ്മൾ എന്താ പറയാ, $100 ഇടാം, എല്ലാ ദിവസവും 1% കിട്ടും, നിങ്ങൾക്ക് 200 ഡേയ്സിൽ നിങ്ങളുടെ എമൗണ്ട് ഡബിൾ ആവും. ആ പ്ലാൻ പറയാൻ വളരെ ഈസിയാണ് ആക്ച്വലി, റൈറ്റ്? അല്ലെങ്കിൽ പീപ്പിൾ ടോക്ക് അബൌട്ട് ടോക്കൺ സെല്ലിംഗ്. ഇന്ന് ടോക്കൺ വാങ്ങിയാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ടോക്കണിൽ സ്റ്റേക്കിംഗ് ബെനിഫിറ്റ്സ് കിട്ടും. പക്ഷെ ഈ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. So what you all people have to do is maximum number of people invite ചെയ്യാം, Zoom-ലേക്ക് invite ചെയ്യാം. So 1-2 Zoom അവിടെ attend ചെയ്ത് കഴിഞ്ഞാൽ they will get the clarity actually, right? So experience ആയിട്ടുള്ള മജീദ് സർ, ഞങ്ങൾ എല്ലാവരും ഈ പ്ലാൻ ഷെയർ ചെയ്യുമ്പോൾ it will be easy for other people to understand the plan. So next week ഇന്ന് എല്ലാ 40 persons take a commitment that we will bring at least 2 people for the next Zoom meeting. Is Zoom with the size 120 hour actually, right? So അപ്പം മജീദ് സാറിനും ഞങ്ങൾക്കും എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കിട്ടും. More the number of people listening into the Zoom will be more effective. Any point of time, me, Shivdas, all the senior leaders are there to assist you. So all the best. നമുക്ക് എല്ലാവർക്കും നമ്മളെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യാം. Okay? Thank you. Thank you. So വളരെ നൈസ് ആയിട്ടുള്ള ഒരു സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ബുധനാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. വീണ്ടും നമ്മളും നമ്മുടെ പരിചയക്കാരും ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരിക. ഈസി ആയിട്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞു. യൂസ് ചെയ്യുക, വിൻ ചെയ്യുക, വലിയൊരു അച്ചീവ്മെന്റ് ആകാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.